നമ്മളിപ്പോൾ നിൽക്കുന്നത് കാക്കനാട്ടിലെ ട്രാൻസ്ഫോമേഴ്സ് ഫിറ്റ്നസ് സെൻ്ററിലാണ്. ഇവിടെ ഒരു ചാമ്പ്യനെ കാണാനാണ് എത്തിയിരിക്കുന്നത്. വെറും ചാമ്പ്യനല്ല, രാജ്യാന്തര കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഒരു കൊല്ലംകാരനായ രാഹുൽ ലാൽ പട്നയെ കാണാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം സ്വർണ്ണ മെഡൽ നേടിയതിൻ്റെ വിശേഷങ്ങളും എക്സ്പീരിയൻസും എങ്ങനെയാണ് അതിലോട്ട് എത്തിയെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഈ ഗോൾഡ് മെഡൽ കൈ കിട്ടിയപ്പോൾ എന്തായിരുന്നു ഫീൽ? പിന്നെ ഇന്ത്യയുടെ ഫ്ലാഗ് ഇട്ടിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ ഇന്ത്യയുടെ ഫ്ലാഗ് ഇട്ട് ഒരിടത്ത് കയറി നിന്നിട്ടൊരു മെഡൽ വാങ്ങണമെന്ന്. അപ്പം ഞാൻ ആ ഇന്ത്യയുടെ ഫ്ലാഗ് എടുത്തിട്ട് ചെന്ന് കയറി നിന്നപ്പോഴേ കണ്ണൊക്കെ നിറഞ്ഞു. അത് വേറൊരു ഫീൽ. അത് നമുക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഇതിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടെ? ഇതിലോട്ട് എത്തിപ്പെട്ടത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം എൻ്റെ കോച്ചും എൻ്റെ വീടിന് തൊട്ടടുത്താണ് എൻ്റെ കോച്ചിൻ്റെ വീട്. പുള്ളിയുടെ പേര് രാഹുൽ ആറെന്നാണ്. പുള്ളിയാണ് കേരള ടീം കോച്ച്. ഇപ്പോൾ ഇന്ത്യയിൽ നാഷണൽസ് കളിക്കുമ്പോൾ കേരള ടീമിനെ ഗൈഡ് ചെയ്യുന്ന പുള്ളിയാണ്. അപ്പോൾ എനിക്കിതൊന്നും അറിഞ്ഞൂടാ, പുള്ളി ഇങ്ങനത്തെ കോച്ചാണ് ഇതാണെന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ടൈമിൽ ഞങ്ങളുടെ നാട്ടിലൊരു ഉത്സവം നടക്കുന്ന ടൈമിൽ ഈ ചെണ്ടക്കാർ തമ്മിൽ ഞങ്ങളുടെ ടീം, എൻ്റെ ടീം തത്തോമസ് എന്ന് പറഞ്ഞ ടീമുണ്ട്, അപ്പുറത്ത് വേറൊരു ടീമുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്ന ടൈമിൽ ഞാൻ കയറി ഈ രണ്ട് ടീമിനെയും കൂടി പുഷ് ചെയ്ത് രണ്ട് സൈഡിലോട്ട് ആക്കിയതാണ്. അപ്പോൾ അവരുടെ ടീമിൽ നിന്ന് ഒരാൾ വന്നിട്ട് എൻ്റെ കോളർ കയറി പിടിച്ചു. അപ്പോൾ അതൊരു ഫൈറ്റ് കണക്കായി, അടി കണക്കായി. ആ ടൈമിൽ ഞാൻ കുറേ പേരെ ചവിട്ടി. അപ്പോൾ എൻ്റെ കോച്ച് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി കണ്ടിട്ട് പിറ്റേ ദിവസം അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി വീട്ടിൽ വന്നിട്ട് നീ കിക്ക് ബോക്സിങ് പഠിക്കുന്നവളാ, ഞാൻ തന്നെ കിക്ക് ബോക്സിങ് പഠിപ്പിച്ചു തരാം, ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യുന്നു ചോദിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചാൽ എന്താ കിക്ക് ബോക്സിങ് പോകുന്ന വിചാരിച്ചു കയറി പോയതാണ്. വെറുതെ ഇരിക്കുന്ന സമയമായിരുന്നു. വെറുതെ ഞാനൊരു ഡിപ്രഷനിലൊക്കെ ഇരുന്ന ടൈമിലാണ്. അപ്പോൾ അന്ന് പെട്ടെന്നൊരു കോൾ വന്നപ്പോഴത്തേക്കും കിക്ക് ബോക്സിങ്ങില്ലേ കുറച്ച് ഫ്രസ്ട്രേഷൻ തീർക്കാമെന്ന് പറഞ്ഞു പോയതാണ്. ഇപ്പം ഞാൻ മോസ്റ്റ്ലി ഒഴിഞ്ഞു മാറും. ഒരു വിഷയങ്ങളൊക്കെ വന്നാൽ ഞാൻ അതിൻ്റെ അന്ന് മാക്സിമം സ്കിപ്പായി മാറാൻ നോക്കും. എനിക്കൊരു ഡിസിപ്ലിൻ ഈ ഗെയിം തന്നു. ആ ഡിസിപ്ലിൻ ഇപ്പോൾ ഈ ഗെയിം പഠിക്കുന്ന എല്ലാവർക്കും വന്നു തുടങ്ങും. ഇപ്പോൾ വീട്ടുകാരും നാട്ടുകാരൊക്കെ പറയുമ്പോൾ ഈ അമ്പലപ്പറമ്പിൽ കിടന്ന് ഇടിയുണ്ടാക്കിയവനാണ്, അങ്ങനെയൊക്കെ ഒരു പേരുദോഷം ഉണ്ടോ? അപ്പോൾ അങ്ങനെ പേരുദോഷം കേട്ടെടുത്ത് നിന്ന് ഒരു ചാമ്പ്യൻഷിപ്പിലോട്ട് എത്തിയപ്പോൾ, ഒരു സ്വർണ്ണ മെഡൽ നേടിയപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ മെഡലൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് നാട്ടിൽ വന്നു. ഇവിടെ വന്നു, ഇവിടുത്തെ സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് പോയി. ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നതിനൊരു പാലമുണ്ട്. അപ്പോൾ പാലം കയറുന്ന ടൈമിൽ 2-3 പോസ്റ്റ് ഉണ്ട്. ഞാൻ പറയും ഈ പോസ്റ്റിലല്ല എൻ്റെ ഫ്ലെക്സ്. ഞാൻ ഒരിക്കലും ആ നാട്ടിൽ എൻ്റെ ഒരു ഫ്ലെക്സോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതോ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ മൊത്തം എൻ്റെ ഫ്ലെക്സ്, എനിക്ക് അനുമോദനം തരാൻ വേണ്ടി ക്ലബിൻ്റെ പോസ്റ്റേഴ്സ്, എനിക്ക് നാട്ടിലുള്ള ഒരു അനുമോദനം തന്നു. എൻ്റെ ലൈഫിൽ അതിനൊക്കെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അതും ആ നാട്ടിൽ സംഭവം. കാരണം ഞാനവിടെ ഉണ്ടാകുമ്പോൾ എന്നെപ്പറ്റി അറിയാം. ഇപ്പോഴും പോയി ചോദിച്ചാൽ പറയും അവനവിടെ അമ്പലത്തിൽ അടി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഉത്സവപ്പറമ്പിൽ അടി ഉണ്ടാക്കി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടി ഉണ്ടാക്കി നടക്കുന്ന ചെറുക്കനാന്നേ പറയത്തുള്ളായിരുന്നു. ഇന്നേ വരെ ആ നാട്ടിൽ എനിക്ക് തന്നണക്കൊരു അനുമോദനം ഒരാൾക്കും കിട്ടിയിട്ടില്ല. അത് എൻ്റെ അച്ഛൻ അവിടെ നിർത്തി കാണിച്ചപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇത് മതിയടാ, ഇതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഞാൻ നിങ്ങൾക്ക് തരാൻ വെച്ചിരിക്കുന്ന സക്സസിൻ്റെ വെറും 10% ആയിട്ടുള്ളൂ. ഇനി ബാക്കി അതാ. ഈ നാട്ടുകാരോട് എന്താ ശരിക്കും പറയാനുള്ള ഈ ട്രോഫി കിട്ടി നിൽക്കുമ്പോൾ? അവിടെ ചുമ്മാ നടക്കുന്നവരെ കളിയാക്കുന്നതിന് പകരം അമ്മമാരെ എന്നും മോട്ടിവേറ്റ് ചെയ്ത് എവിടെയെങ്കിലും വിടുവാണെങ്കിൽ അമ്മമാരെ ആ നാടിനൊരു നല്ല പേര് കൊണ്ടുകൊടുക്കും. ഇപ്പം ഇതേ മെഡൽ ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ് അടിച്ചെങ്കിൽ ഗുജറാത്തിൽ, ഹിമാചൽ പ്രദേശിലൊക്കെ പ്രൈം മിനിസ്റ്റർ പോയി അവരെ നേരിട്ട് മീറ്റ് ചെയ്ത്, അവരുടെ വീട്ടിൽ പോയി മീറ്റ് ചെയ്തിട്ട് അവർക്ക് ഓരോ മൊമെൻ്റ് കൊടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ കാണുമ്പോൾ, ഞാൻ കേരളത്തിൽ നിന്നിട്ട് ഞാനിത് കാണുമ്പോഴത്തേക്കും അവിടെ കാണാൻ ജനിച്ചാൽ മതിയായിരുന്നുള്ള തോട്ട് വരും. കാരണം വേറൊന്നും കൊണ്ടല്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇവിടെ സ്പോർട്സിന് കൊടുക്കുന്നൊരു വാല്യൂ അത്രേ ഉള്ളൂ. അപ്പോൾ അതൊന്നും മാറണമെന്നുണ്ട്. അതെൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് അത്ലറ്റായാലും അതിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വരണമെന്നുണ്ട്. ഇപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് കിട്ടി വന്നപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് കണ്ടായിരുന്നു ഇവിടെ? എന്നെ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, പിന്നെ അവിടെ നാട്ടിലുള്ള ലോക്കൽ പൊളിറ്റീഷ്യൻസൊക്കെ വന്ന് അല്ലാതെ വേറെ ആരും വന്ന് കണ്ടിട്ടൊന്നുമില്ല. പിന്നെ അപ്രിസിയേഷൻസൊക്കെ ഇങ്ങനെ മെസ്സേജ് ആയിട്ടായാലും അയക്കാറുണ്ട്. ഈ ഫാമിലി മെമ്പേഴ്സിൻ്റെ കല്യാണത്തിന് പോകുന്ന എനിക്ക്
താല്പര്യമില്ല. ചെന്ന ഉടനെ എന്തുവാ ജോലി ചെയ്യുന്നത്, എന്ത് ഇത് ചെയ്യുന്നത്. അത് കോമൺ ആയിട്ടുള്ള ഏതൊരാളോടും ചോദിക്കണ്ട, എന്താ ജോലി, എന്താ എത്ര രൂപ സാലറി കിട്ടും, അതൊക്കെ നോർമലാണ്. ഇത് കണക്കുള്ള ഇപ്പം എൻ്റെ അടുത്ത് എത്ര രൂപ സാലറി ഉണ്ടെന്ന് ചോദിച്ചാലും ഒരു ഞെട്ടും. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാലും ഒരു ഞെട്ടും. ഇപ്പം ഞാനൊരു കല്യാണത്തിന് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പോകും. ഞാൻ കയറി ഇപ്പം എനിക്ക് ചെന്നാലും എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാലും എനിക്ക് ബോൾഡായിട്ട് നിന്ന് ഉത്തരം പറയാൻ പറ്റും. കല്യാണങ്ങൾ വരാൻ വേണ്ടിയായിരിക്കും ഏറ്റവും ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഫംഗ്ഷൻ നടക്കട്ടെ, ഞാൻ കൊണ്ടൊന്ന് കയറി ചെല്ലട്ടെ എന്നുള്ളൊരു. ഈ ചാമ്പ്യൻഷിപ്പിന് പോകുന്നത് അച്ഛനമ്മയ്ക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് കേട്ടു. അതെന്താ അങ്ങനെ അവരോട് പറയാണ്ടിരുന്നേ? പറയാത്ത ഞാനിപ്പോൾ ഒരു റണ്ണിങ് കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ഒരു ഹൈ ജമ്പ് കോമ്പറ്റീഷനൊക്കെ പോവുകയാണെങ്കിൽ വീട്ടിൽ പറഞ്ഞിട്ട് പോയാലും അവർക്ക് ടെൻഷനില്ല. കാരണം അത് നമ്മുടെ ടാലൻറ്റ് നമ്മൾ ഇതായിട്ട് കാണിച്ചാൽ മതി. ഇത് വേറെ ഇതേ കണക്ക് എന്നെപ്പോലെ തന്നെ വർഷങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം മാസങ്ങളോളം വർക്കൗട്ട് ചെയ്യുന്ന ഒരാളുമായിട്ട് തന്നെ ഞാൻ ഫൈറ്റ് ചെയ്യുക. അപ്പോൾ അവർക്കുണ്ടാകുന്ന ടെൻഷൻ അതിനപ്പുറമായിരിക്കും. ഇപ്പോൾ മോനെ ഇടിക്കാനാണല്ലോ പോയത്, അവനെ ഇടിയിട്ടത്തില്ലേ എന്നുള്ളൊരു ചിന്തയൊക്കെ അവർക്ക് വരല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ മോസ്റ്റ്ലി പറയാഞ്ഞത്. പക്ഷേ പറയാതിരുന്നിട്ട് ഇൻ്റർവ്യൂ വന്നപ്പോഴത്തേക്ക് നാട്ടിലെല്ലാം അയച്ചു കൊടുത്തു. അവനെവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ച് അയച്ചു കൊടുത്തു. പിന്നെ അറിഞ്ഞിട്ടും ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ മാച്ചിന് പോകുന്ന ടൈമിലെല്ലാം അമ്മ അമ്പലത്തിൽ തന്നെ ആയിരുന്നു. ഫുൾ ടൈം ഓൾറെഡി അമ്പലത്തിൽ തന്നെയാണ് അമ്മ. ഇതിലോട്ട് പോകാനായിട്ട് കുറച്ച് എമൗണ്ടുകളൊക്കെ ആവശ്യമുണ്ടല്ലോ. ഇപ്പൊ എല്ലാവരും പോകുമ്പോൾ ചിലപ്പോൾ സ്പോൺസേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ രാഹുലിന് സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ കേട്ടു. അതെന്താണ് അങ്ങനെ സ്പോൺസേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എയർ ടിക്കറ്റ് എടുത്തു തന്നു എൻ്റെ വിഷ്ണു ചേട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. പുള്ളിയെ ഞാൻ ഇവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. വേറെ എല്ലാം എനിക്ക് സ്വന്തമായിട്ട് തന്നെ പോകണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. കാരണം ആരുടെ കയ്യിൽ നിന്ന് വേറെ പൈസ ഒന്നും വാങ്ങിക്കാതെ പോയി സെറ്റിൽ ആവണമെന്നുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ സപ്പോർട്ട്, ഞാനിപ്പം സ്വന്തം കാശിന് പോയി എന്നുള്ളതൊക്കെ ഓക്കെ. പക്ഷേ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഇത്രയും പേരുണ്ടായിരുന്നു. അങ്ങനെ ഒരു സപ്പോർട്ട് വേറൊരാൾക്കും കിട്ടണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സ്പോർട്സിലൊരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് കിട്ടി ഇറങ്ങി വന്നപ്പോൾ തന്നെ കോച്ച് എന്താണ് ആദ്യം പറഞ്ഞത്? ഞാൻ ഇറങ്ങിയപ്പോൾ പുള്ളിക്കറിയാം. ഫസ്റ്റ് 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ജയിക്കുമെന്ന്. അപ്പോൾ പുള്ളി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കയ്യങ്ങ് കെട്ടി. ഇനി ഒന്നും അവന് പറഞ്ഞു കൊടുക്കേണ്ടെന്നുള്ള രീതിയിൽ കയ്യങ്ങ് കെട്ടിയിട്ടിരുന്നു. അതെനിക്ക് ഭയങ്കര ഫീലാണ്. കാരണം സാധാരണ പുള്ളി ഇടുന്ന എഫോർട്ട് ഇതെല്ലാം ഞാൻ കാണാറുണ്ട്. പുള്ളി ഒരു 3 വർഷത്തിന് ശേഷം ഞങ്ങളുടെ അക്കാഡമിയിലേക്ക് ഒരു 3-4 വർഷത്തിന് ശേഷം ഞങ്ങളുടെ അക്കാഡമിയിലേക്ക് ഒരു ഗോൾഡ് മെഡൽ ചെല്ലുന്നു ഇൻ്റർനാഷണലിൽ. അപ്പോൾ അങ്ങനെ അത് അടിച്ചു കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. പുള്ളി ഇരുന്നില്ലേ, അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായിരുന്നു. ഞാൻ പോയി നേരെ ഹഗ് ചെയ്ത്. പുള്ളി എനിക്കൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഒന്നും പറയാതെ നോർമലി ഒരു ഇതായിട്ടങ്ങ് പറഞ്ഞു പോയി. ബോക്സിങ്ങും കിക്ക് ബോക്സിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കുമ്പോൾ ഇതെന്താണ് എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല ആളുകൾക്ക് കാണുമ്പോൾ. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസവും ഇതിനുള്ള കൂടുതൽ പ്രാധാന്യം എന്താണെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ആകെ ഇതിൽ വരുന്ന ഡിഫറൻസ് പറഞ്ഞാൽ ബോക്സിങ്ങിൽ പഞ്ചസ് മാത്രമേ ഉള്ളൂ. ഒരു 6 പഞ്ചസ് ഉണ്ട്. ആ 6 പഞ്ചസ് തന്നെ അതിൻ്റെ കോമ്പിനേഷൻസ് ആണ് ബോക്സിങ്. കിക്ക് ബോക്സിങ്ങിലേക്ക് വരുമ്പോൾ അതിലേക്ക് ലെഗ്സും കൂടി നമുക്ക് യൂസ് ചെയ്യാം. എന്നുവെച്ചാൽ ഈ ബോക്സിങ്ങിൽ വരുന്ന പഞ്ചസിൻ്റെ കൂടെ തന്നെ ലെഗ്സും കൂടി യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പോയിൻറ്റിൻ്റെ അകത്തും ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ കിക്ക് ബോക്സിങ്ങിൽ തട്ടാമി ഇവൻറ്റ്സ് ഉണ്ട്, റിംഗ് ഇവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ കളിച്ച തട്ടാമി ഇവൻ്റാണ്. അപ്പോൾ ഇതിനൊരു 7 ഇവൻറ്റ്സ് വരും. ഈ ബോക്സിങ്ങിനെ സംബന്ധിച്ച് ഒരൊറ്റ ഇവൻ്റ് തന്നെ സെപ്പറേറ്റ് വെയിറ്റ് കാറ്റഗറീസ് ആയിരിക്കും. കിക്ക് ബോക്സിങ്ങിൽ 7 ഇവൻ്റ് തന്നെ സെപ്പറേറ്റ് വെയിറ്റ് കാറ്റഗറീസിൽ ഓരോ ചാമ്പ്യൻസാണ്. ആണ് കിക്ക് ബോക്സിങ് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ കാലുകൊണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കിക്ക് ബോക്സിങ്. കാലും കയ്യും രണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇഞ്ചുറീസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കില്ലേ ഇതിന്? അങ്ങനെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ പറ്റിയിട്ടുണ്ടോ? മൂക്ക് പൊട്ടിയിട്ടുണ്ട്, ചുണ്ട് പൊട്ടാറുണ്ട്. നോർമലാണ്. ഇപ്പോൾ നമുക്ക് ഇഞ്ചുറീസ് വരുന്ന എൻ്റെ ലെഗ് ഫ്രാക്ചർ ആയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഏത് ഫൈറ്റിംഗ് മാർഷൽ ആർട്സ് എടുത്താലും അവർക്ക് ഇഞ്ചുറീസ്. പിന്നെ കിക്ക് ബോക്സിങ്ങിനെ സംബന്ധിച്ച് ഇഞ്ചുറീസ് കുറച്ചും കൂടി കുറവായിരിക്കും. കാരണം ഇതിൽ ഇഷ്ടംപോലെ റൂൾസ് ഉണ്ട്. എന്നുവെച്ചാൽ പ്ലെയറിൻ്റെ സേഫ്റ്റി കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്ത് വേണം കളിക്കാൻ. അതുകൊണ്ട് തന്നെ ഇഞ്ചുറീസ് ഒരുപാട് ഉണ്ടാവാറില്ല, എങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പിലോട്ടൊക്കെ പോകുമ്പോൾ അതിനൊരു ക്രൈറ്റീരിയസ് ഉണ്ടാവുമല്ലോ, ഒരു മാനദണ്ഡം ഉണ്ടാവില്ല. അതെന്താണ് ഇതിലോട്ടൊക്കെ പോകാൻ?
ഡിസ്ട്രിക്ട് മെഡൽ, സ്റ്റേറ്റ് മെഡൽ, നാഷണൽ മെഡൽ, എങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർനാഷണൽ കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഓൾറെഡി 2 വർഷം നാഷണൽ മെഡലുണ്ട്, സ്റ്റേറ്റ് മെഡൽ 2 വർഷവും ഹാർട്രിക്ക് 4 മെഡലുണ്ടായിരുന്നു. പിന്നെ ഡിസ്ട്രിക്ട് ഓൾറെഡി കാണുമല്ലോ. പിന്നെ ബോഡിപരമായിട്ട് നമുക്ക് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ആ വെയിറ്റിന് മണ്ടയ്ക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഞാൻ എൻ്റെ -69 എന്ന് പറഞ്ഞാൽ എൻ്റെ വെയിറ്റ് കാറ്റഗറിയിൽ ഞാൻ നിൽക്കുവാണെങ്കിൽ ഞാനത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും 69 കിലോയ്ക്ക് മേളിൽ എൻ്റെ വെയിറ്റ് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യണം, വർക്കൗട്ട്സ് പ്രോപ്പറായിരിക്കണം, വെയിറ്റ് ട്രെയിൻ ചെയ്യണം, അതിനനുസരിച്ച് തന്നെ കാർഡിയോ വർക്കൗട്ട് ചെയ്യണം. ഈ കാർഡിയോ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ വെയിറ്റ് ലോസ് ആവാതെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനനുസരിച്ച് ഫുഡ് കഴിച്ച് പ്രോട്ടീനും എടുക്കണം. അപ്പോൾ ഇത് കുറച്ച് പണിയാണ്. ഇപ്പോൾ ഈ പ്രോട്ടീൻ ഒക്കെ എടുക്കുമ്പോൾ കിഡ്നിക്കൊക്കെ കംപ്ലൈൻറ്റ്സ് ഒക്കെ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രോട്ടീൻ പൗഡർ ഇപ്പം ഞാൻ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യാറില്ല, പക്ഷെ അത് യൂസ് ചെയ്യുന്നത് തെറ്റുമല്ല. പ്രോട്ടീൻ പൗഡർ ഹെൽത്തിയാണ്. അത് അതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഈ സ്റ്റെറോയിഡൊക്കെ എടുക്കുന്നതാണ് പിന്നെയും പ്രോബ്ലമായിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഫിറ്റ് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് പാർട്ട്ണറുണ്ട്. അവരെനിക്ക് ഫുഡിൽ നിന്ന് തന്നെ അത്യാവശ്യം എനിക്ക് ഡെയിലി വേണ്ട പ്രോട്ടീൻ അവരായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യും. എനിക്ക് നിതിൻ മാത്യു എന്ന് പറഞ്ഞൊരു ഡയറ്റീഷ്യനുണ്ട്. പുള്ളിയാണ് എൻ്റെ ഡയറ്റെല്ലാം ഫോളോ ചെയ്യുന്നത്. പുള്ളി കറക്റ്റായിട്ട് ഇപ്പോൾ രാവിലെ എനിക്ക് ഇത്രയും കാലറീസ് വേണം, ഇത്രയും പ്രോട്ടീൻ വേണം, അതിനനുസരിച്ച് 3 നേരവും അതേ കണക്ക് എൻ്റെ ഡയറ്റ് സ്ട്രിക്റ്റായിട്ട് ചെയ്തിട്ട് അവരെനിക്ക് ഫുഡ് ഡെലിവറി ചെയ്യും. അതാണ് ഞാൻ എടുക്കുന്ന പ്രോട്ടീൻ. അല്ലാതെ ഞാൻ പ്രോട്ടീൻ പൗഡറൊന്നും ഞാൻ എടുക്കാറില്ല. പക്ഷേ പ്രോട്ടീൻ പൗഡർ എടുക്കുന്നത് തെറ്റുമല്ല, അത് പ്രോട്ടീൻ പൗഡറാണ്. അല്ലാതെ ഇപ്പോൾ ഇപ്പോൾ സ്റ്റിറോയിഡ് പോലെ ഒരു ഹാം ഉണ്ടാക്കുന്ന വിഷയമല്ല. കറക്റ്റായിട്ട് എടുക്കുക, കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ടാണ്. ഈ നെക്സ്റ്റ് പ്ലാൻ എന്താണ്? നെക്സ്റ്റ് പ്ലാൻ വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത്. വേൾഡ് കപ്പ് സെപ്റ്റംബറിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ എൻ്റെ ഡയറ്റും ഫിറ്റ്നസ് പ്ലാനും എല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ്. മോസ്റ്റ്ലി നല്ലോണം പെർഫോം ചെയ്യണമെന്നുള്ളേ ഉള്ളൂ. അവിടെ ഇപ്പോൾ വന്നതിനെക്കാട്ടി ഇപ്പോൾ ഇവിടെ 9 രാജ്യം വന്നെങ്കിൽ അവിടെ ഒരു 100-നടുത്ത് രാജ്യങ്ങൾ വരും. അപ്പോൾ അത്രയും നേരം കളിക്കാനുള്ള സ്റ്റാമിന വേണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു മെൻ്റലി നമ്മൾ റെഡി ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ്. ഈ മെൻ്റലി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു പ്ലെയറിനെ സംബന്ധിച്ച് ഫിസിക്കലി ഒരു സ്ഥലത്തെത്തുന്നതും ഇപ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ ഒരു ഗെയിമിന് ഫിസിക്കലി പോയിരിക്കുന്നതും മൈൻഡിനെ അവിടെ കൊണ്ടുവരുന്നതും തമ്മിൽ രണ്ടാണ്. എന്നുവെച്ചാൽ ഇപ്പം ഞാനവിടെ പോയി ഇരുന്നു, എനിക്ക് 100 ചിന്തകളായിരിക്കും. നമ്മൾ ഓരോന്നിനെ പറ്റി ആലോചിക്കും. ഈ കളി ഞാൻ ജയിക്കുമോ, അല്ലെങ്കിൽ ഈ കളി ഞാൻ തോറ്റിട്ട് ഞാൻ എങ്ങനെ നാട്ടിലോട്ട് പോകും, അല്ലെങ്കിൽ എൻ്റെ കോച്ച് പുറത്തിരുന്ന് പറഞ്ഞു തരുന്നതൊക്കെ ഞാൻ ചെയ്യണം, അത് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ വിശ്വസിച്ച് കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, കുറേ പേര് നമ്മളെ വിശ്വസിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കവർ ചെയ്യണം എന്നുള്ള ചിന്തകളെല്ലാം മാറ്റി വെക്കണം ആ ടൈമിൽ. ഞാനിവിടുന്ന് ചെന്ന് അവിടെ ഇരുന്ന് ഓരോരുത്തരുടെ മാച്ച് കാണുമ്പോൾ നമ്മളെയും കാട്ടി സ്കിൽഫുള്ളായിട്ടുള്ളവർ അവിടെ കളിക്കുന്ന കാണുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കും ഞാനിവിടെ കളിക്കാറൊക്കെ ആയോ എന്നുള്ള ചിന്തകളൊക്കെ നമുക്ക് വരും. ഇതെല്ലാം മാറ്റി വെച്ച് നമ്മളവിടെ കളിക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇതിൽ മാത്രമല്ല സിനിമയിലും കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടായിരുന്നു. അതെങ്ങനെയാണ് സിനിമാ മോഹം എത്തിയത്? സിനിമാ മോഹം കൊച്ചിൽ തൊട്ട് ഇപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ഫീഡ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. കൊച്ചിൽ അമ്മ പറഞ്ഞിട്ടില്ലേ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് 7 മന്ത് അങ്ങനെ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അമ്മയെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു 2 hours ആവും വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ടൈമിൽ അച്ഛൻ അവിടുന്ന് നേരെ നരസിംഹം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുക. അമ്മയെ വിളിച്ച് നേരെ പടത്തിന് പോയിട്ടാണ് എന്നെ സ്കാൻ ചെയ്യാൻ കയറ്റുന്നത്. ഞാൻ ജനിച്ചു കഴിഞ്ഞ് ഒരു 2 month 3 month ആയപ്പോഴത്തേക്കും ദേവദൂതൻ റിലീസായി. ആ സിനിമ എന്നെ കൊണ്ട് കാണിച്ച് എൻ്റെ ഫസ്റ്റ് കേൾപ്പിക്കുന്ന സൗണ്ട് അതാണെന്ന് എൻ്റെ അമ്മയെ പറയുന്നത്. ഫസ്റ്റ് നീ ആ കേൾക്കുന്ന സൗണ്ട് അതാന്ന് പറയുന്നത്. അതിനുശേഷം ഏതൊക്കെ മോഹൻലാൽ പടങ്ങൾ റിലീസാവുന്നുണ്ടോ എല്ലാത്തിനും അച്ഛൻ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അച്ഛനൊരു മോഹൻലാൽ ഫാനാണ്. അച്ഛൻ മോഹൻലാൽ ഫാനാണ്. രാഹുലോ? ഞാൻ മോഹൻലാൽ ഫാനാണ്. ആരാവത്തെ. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിനിമ കാണിച്ച് ഞാൻ ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകാൻ തുടങ്ങി. ആ ടൈമിൽ ഇറങ്ങിയ ഒരു 2015 ടൈമിൽ ഇറങ്ങിയ സിനിമകളെല്ലാം ഞാൻ തിയേറ്ററിൽ തന്നെ കണ്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സിനിമ കൂടുതൽ ഇഷ്ടമാകാൻ തുടങ്ങി. വേറെ
പുറത്തുള്ള സിനിമകൾ കാണാൻ തുടങ്ങി, തമിഴ് സിനിമകൾ ഒത്തിരി കാണാൻ തുടങ്ങി. ഒരു നിർമ്മാതാവാണെന്നുള്ള ആഗ്രഹം. അപ്പൊ എങ്ങനെയാണ് ചിലപ്പോൾ അഭിനയിക്കാനല്ലേ കൂടുതൽ, ഇപ്പൊ സിനിമയൊക്കെ കാണുമ്പോൾ എനിക്ക് അഭിനയിക്കണം എന്നുള്ളൊരു മോഹമല്ലേ വരാം, പക്ഷെ എങ്ങനെയാണ് ഒരു ഡയറക്ടർ ആവണം എന്നുള്ളൊരു? അത് തട്ടത്തിമറത്ത് റിലീസായിട്ടൊരു 80 days ആയിരുന്നു. അപ്പോൾ അച്ഛൻ മോഹൻലാൽ പടങ്ങളാണ് കാണിക്കാറ്. ഓണമൊക്കെ ആയാലും തട്ടത്തിമറത്ത് റിലീസായിട്ട് അടുത്ത ഓണത്തിനാണ് കപ്പിത്താൻസിൽ 80 days അങ്ങനത്തെ പോസ്റ്റർ കിടക്കുന്നത്. അപ്പോൾ അച്ഛൻ എനിക്കൊന്ന് ചൈന ടൗണോ ക്രിസ്ത്യൻ ബ്രദേഴ്സോ കണ്ടാണെന്ന് തോന്നുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പോവുക. അപ്പോൾ ഞാൻ തട്ടത്തിമറത്തിൻ്റെ പോസ്റ്റർ കണ്ടിട്ട് എനിക്ക് ഈ പടം കണ്ടാമെന്ന് പറഞ്ഞ് ഞാൻ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി അച്ഛനെ ആ പടം കാണിച്ചു കഴിഞ്ഞ് അച്ഛൻ തിരിച്ചിറങ്ങി വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് അച്ഛൻ നടനെ പറ്റി പറയാതെ ഒരു സംവിധായകനെ പറ്റി പറയുന്നത്. ഇവൻ കൊള്ളാം, വിനീത് ശ്രീനിവാസനെ പറ്റിയിട്ട് ഇവൻ കൊള്ളാം, ഇവൻ നല്ല സംവിധായകനാണ്, അവൻ ആ പടം തീരല്ലേന്ന് ആഗ്രഹിപ്പിച്ചെന്ന് പറഞ്ഞു എന്നെ കൊണ്ട്. അപ്പോൾ ഞാൻ ഇതാരാ, നമുക്ക് ആ ഒരു പ്രായത്തിൽ അറിഞ്ഞുകൂടാ ആരാ ഡയറക്ടർ, എന്തുവാ ഡയറക്ടർ എന്നൊന്നും പറഞ്ഞുകൂടാ. ഞാൻ വിചാരിച്ചു ഇതാരാ എന്നുള്ളത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിട്ട് ഈ പോസ്റ്ററിൻ്റെ പേരിന് താഴെ പോയിട്ട് റിട്ടൺ ഡയറക്റ്റഡ് ബൈ വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഒരു ഡയറക്ടറുണ്ട്, പുള്ളിയാണ് ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയോടൊരു ഇഷ്ടം തോന്നി. പിന്നെ എനിക്ക് ഡയറക്ടർ ആവണമെന്ന് തോന്നി. എല്ലാവരെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ പുള്ളിയാണല്ലോ ഹീറോ. അപ്പോൾ എനിക്ക് പുള്ളിയോടൊരു ഇഷ്ടം തോന്നി, അങ്ങനെ ഡയറക്ഷൻ ചെയ്യണമെന്ന് തോന്നി. പിന്നെ തമിഴ് സിനിമകളൊക്കെ അന്ന് എന്തിരനൊക്കെ റിലീസായി. അപ്പോൾ ആ പടമൊക്കെ കണ്ടപ്പോഴത്തേക്കും ശങ്കറിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. പിന്നെ ഞാൻ ഡയറക്ടർമാരെ നോക്കി സിനിമകൾ കാണാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഡയറക്ഷൻ ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടോ? ആ, ഞാൻ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ഷോർട്ട് ഫിലിം ലേഡി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സോങ് ഇപ്പോൾ റീസെൻ്റ്ലി വൈറലായിരുന്നു. പിന്നെ അത്യാവശ്യം ഷോർട്ട് ഫിലിമിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് റീസെൻ്റ്ലി കുറച്ചെണ്ണത്തിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അവന്മാരെ പിടിച്ച് അഭിനയിപ്പിച്ച് അങ്ങനെ കുറച്ച് വർക്കൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായാലും ഇനി ഉയരങ്ങളിലോട്ട് പറഞ്ഞല്ലോ, ഇനി ലോക ചാമ്പ്യനിലോട്ട് പോകണമെന്ന്, ഇനി വലിയ വലിയ ഉയരങ്ങളിലോട്ട് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷമായി. ഇതിനു മുമ്പ് പ്രതീക്ഷിക്കണ്ടായിരുന്നു ഇങ്ങനെ നല്ലൊരു ഇതായിവിടെ? ഞങ്ങളങ്ങനെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയല്ലേ, ഭയങ്കര ഇഷ്ടമുള്ള ഞങ്ങളെ പറ്റല്ലേ.